നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുന്ന നിലമ്പൂരിൽ വാർത്തയുടെ തലക്കെട്ട് തീർക്കുന്നത് ഇന്നും PV അൻവർ തന്നെ. ഉറപ്പെന്ന് കരുതി ഉറക്കെ പ്രഖ്യാപിച്ച VS ജോയ് എന്ന അൻവറിന്റെ സ്ഥാനാർത്ഥി നിർദ്ദേശം UDF തള്ളിയതോടെ മുന്നണിയിൽ കയറിക്കൂടാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് അൻവറിന്റെ തൃണമൂൽ. PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയും K സുധാകരന്റെ പിന്തുണയും മുന്നണി പ്രവേശനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്നതിനുള്ള ഉറപ്പല്ല. അതുകൊണ്ടാണ് 2 ദിവസത്തെ സമയമെന്ന അന്ത്യശാസന സ്വഭാവത്തിലെ ഇന്നത്തെ പ്രതികരണം. പിണറായിസത്തിന് അന്ത്യം കുറിക്കാൻ ഇറങ്ങിത്തിരിച്ച അൻവർ UDFന്റെ ഭാഗമായാലും ഇല്ലെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന തരത്തിലാക്കും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ചുരുക്കത്തിൽ ഒരിക്കൽ വിജയം വരിച്ച നിലമ്പൂരിൽ ഇപ്പോൾ അൻവറിന്റെ അടവുകൾ തെറ്റുകയാണോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. പക്ഷേ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ? എല്ലാ അർത്ഥത്തിലും പൊതുസമ്മതനായിരിക്കും. സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. എവിടെയെങ്കിലും കയറാം. അത് ഉറപ്പിച്ചല്ലേ? യാത്രയല്ലേ? കോൺഗ്രസിലെ ഡോക്ടർ ജിൻഡോ ജോൺ, CPIഎമ്മിലെ ശ്രീ M പ്രകാശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് TK അശോക് കുമാർ BJPയിൽ നിന്ന്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മുടെ അതിഥികളായി ചേർന്നിരിക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, എവിടെയെങ്കിലും ഒന്ന് കടന്നുകൂടാം എന്ന് PV അൻവർ പറയുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അൻവറാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നാണ്. അതായത് അൻവറിൻ്റെ ഒരു വിലപേശൽ തന്ത്രമായിരുന്നുവെന്നും അതിന് നിന്നു കൊടുക്കേണ്ട, അതിന് വഴങ്ങിക്കൊടുക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വവും UDFും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു എന്നുമാണോ ഇന്നത്തെ VD സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനോട് യോജിപ്പ് കുറവുണ്ടെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞത് PV അൻവറാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന്, പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോവുകയും LDFിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരികയും MLA സ്ഥാനം പോലും രാജിവെച്ച് അദ്ദേഹം ഒരു ഫൈറ്റിന് തുടക്കമിട്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പിണറായി വിഷയത്തിന്റെ അവസാനം കുറിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം. സ്വാഭാവികമായിട്ടും പിണറായിസത്തിന്റെ അവസാനം കുറിക്കാൻ UDFും കോൺഗ്രസും നിയോഗിച്ചിരിക്കുന്ന താങ്കളുടെ സമയം എടുക്കട്ടെ. PV അൻവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതുകൊണ്ട് മത്സരിക്കാനോ അല്ലെങ്കിൽ UDFിനൊപ്പം ഇല്ല അത് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം നടത്തിയിട്ടുള്ള ഏറ്റവും അവസാനം പോയിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഒരു അനുകൂലമായ സമീപനം ഉണ്ടായോ? പ്രത്യേകിച്ച് എന്തിന്റെ ആനുകൂല്യം? അല്ല, ഈ UDF നിലപാട് ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആരെ വ്യക്തമാക്കണം എന്നല്ല ആലോചിക്കാന്ന്. ഷൗക്കത്തിനെ കുറിച്ച് നീ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ചില ഒരു പരിധി കടന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ വസ്തുതകളാ പറഞ്ഞത്. എങ്ങനെ? അല്ല, ബസ്സിൽ പുറത്ത് നിന്നാലും വാഹനത്തിന്റെ പുറത്തിരുന്നാലും ഡോറിൽ നിന്നാലും ബസ്സിന്റെ ബാക്കിലെ കോണിയിൽ നിന്നാലും ലക്ഷ്യത്തിലെത്തൂലേ? ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണെന്ന് കരുതുന്നുണ്ട്. അതെല്ലാം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം സോൾവ് ആവുന്നില്ല. പിന്നെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? അവസാനം നടത്തിയ ചർച്ച അനുകൂലമാണ്. അല്ല, അങ്ങനെ തീരുമാനിച്ചാൽ നല്ല മഴയല്ലേ ഇപ്പൊ. കോണിമ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. വേനലൊക്കെ ആണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. അല്ല, അതാണല്ലോ ബസ്സിലെ കോണി എന്ന് പറഞ്ഞത്. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഉണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അസന്തോഷമാവണം, അൺഹാപ്പി ആവേണ്ട കാര്യം? നമ്മളെ ഹെൽത്തിനും കൂടി ബാധിക്കൂലേ? ഐ ആം ഓൾവേസ് ഹാപ്പി. നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിൽ തോന്നി, നമ്മൾ ചിലപ്പോൾ എല്ലാതും ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ മുഖത്ത് എന്താ പറയാ, അങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും. UDF മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രശ്നവും ഇല്ല, അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. UDF നേതൃത്വത്തിന് ശേഷം VD സതീശന്റെ പ്രതികരണം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. താങ്കൾ നിലപാട്? ഐ ആം ഓൾവേസ് പോസിറ്റീവ്. പോസിറ്റീവാണ്. ഓൾവേസ്.
താങ്കൾ നിലപാട് പറയട്ടെ. ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ആ നിലപാട് അറിയിക്കോ? താങ്കളുടെ നിലപാട് അറിയിക്കോ? ഏതെന്ത് നിലപാട്? വി ഡി സതീശൻ പറഞ്ഞ PV അൻവർ നിലപാട് പറയട്ടെ. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു. അതാ മറ്റന്നാൾ കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ? എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പ്രശ്നം തുടങ്ങിയിട്ടില്ലല്ലോ. തീരണമെങ്കിൽ എവിടെ പ്രശ്നം തുടങ്ങിയത്? UDF മുന്നണിയിൽ എടുക്കുന്ന ഒരു പ്രശ്നമില്ല. വ്യക്തമാക്കട്ടെ എന്ന് പറയുമ്പോൾ നിലവിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലേ നിലപാട്? അതെനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഐ ഡോണ്ട് നോ. ഔദ്യോഗികമായ ഒരു സംസാരം ഇതിനിടയിൽ നടന്നിട്ടില്ല. പരസ്യ പ്രതികരണം അല്ലാതെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് നേതൃത്വം പലരും വന്നു പോയത് നിങ്ങൾ തന്നെ കണ്ടല്ലോ. അതല്ലാതെ വി ഡി സതീശൻ ആ നിലയ്ക്കുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ആ നിരക്ക് എന്ന് പറഞ്ഞാൽ KPCC പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ അബ്ദുൾ വഹാബും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പം അവസാനം നടത്തിയ ചർച്ചകൾ ഗുണകരമായി എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? അത് കുഴപ്പമില്ല. ഞാൻ സാഹിബായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഏറെക്കുറെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായി എന്ന് നമുക്ക് കരുതാം. മറ്റന്നാളത്തെ ഇങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഒരാൾ കോഴിക്കോട് 2-ാം തീയതി ചേർന്ന യോഗത്തിൽ താങ്കളോട് സഹകരിപ്പിക്കാൻ തീരുമാനം വന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ പ്രഖ്യാപനം ഒക്കെ ഉണ്ടാവും. താങ്കൾ അല്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കോഴിക്കോടാണോ UDF യോഗം? കഴിഞ്ഞു പോയോ? ഓക്കെ തീരുമാനിച്ചിരുന്നു. അല്ല, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ഞങ്ങളൊക്കെ അറിയില്ലേ? അന്നും ഒരു പ്രശ്നമുള്ളത് അതുണ്ടാവാത്തത് അസോസിയേറ്റ് അംഗമാണോ അതോ ഘടകകക്ഷിയാണോ? അതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു അല്ല, അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDFന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDFന്റെ ഏതെങ്കിലും നിരക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ? അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഒന്നും വേണ്ടാത്തത്? ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ UDFന്റെ പാർട്ടല്ലല്ലോ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ്. UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, അതിനെന്താ കുഴപ്പമെന്ന്? അത്രേ ഉള്ളൂ. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനം. തൃണമൂലിലെ മീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓൺലൈനും ബാക്കിയുള്ളത്. നമ്മളൊരു ചിന്ന പാർട്ടി തമിഴ്നാട്ടിൽ പറയേ ചിന്ന പാർട്ടി താൻ സ്വാമി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്ന അത്താളുണ്ടെങ്കിലല്ലേ മുടങ്ങുക. എന്താ പറയുക, ഹോപ്പ്ഫുൾ. വേണ്ട, 2 ദിവസം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മത്സരിക്കുന്നതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ആ തീരുമാനത്തിൽ തന്നെയാണ്. അല്ല, അതൊക്കെ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും. ഇരിക്കാൻ വിട്ടാൽ നമുക്ക് അല്ലെങ്കിൽ തമാശ ഒക്കെ പറയാം. ശരി, PV അൻവർ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പിടികൊടുത്തിട്ടുമില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളാണ്, ആശാവഹമാണ് കാര്യങ്ങൾ എന്ന് മാത്രം പറയുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല, UDFന്റെ ഭാഗമല്ലാതിരിക്കുകയും തൃണമൂലിന്റെ കൺവീനറായിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ അതിന് തൻ്റെ അഭിപ്രായം പറയും എന്ന നിലപാട് PV അൻവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. തൃണമൂലിന്റെ യോഗങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ആശാവഹമാണ്, എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന ആളാണ് താൻ എന്നതുമാണ് PV അൻവറിന്റെ ഇതുവരെ വന്ന പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഡോക്ടർ ജിൻഡോ ജോൺ, താങ്കൾക്ക് തുടരാം. അതിനിടയിൽ ഒരു ചോദ്യം കൂടി ഈ അൻവറിന്റെ പ്രതികരണം വന്ന സാഹചര്യത്തിൽ ഞാൻ താങ്കളുടെ മുന്നിലേക്ക് ഇടുകയാണ്. അൻവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നാക്കമില്ല. പിന്നെ ഈ ഓടിപ്പോകുന്ന ബസ്സിൽ കയറുക എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ ഫുഡ് സ്റ്റെപ്പിൽ നിൽക്കാം,
വേണമെങ്കിൽ പുറത്തെ കോണിയിൽ നിൽക്കാം, ബസ്സിൽ കയറിയാൽ മതിയല്ലോ, ബസ്സിൽ എവിടെയെങ്കിലും നിന്നാൽ മതിയല്ലോ ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കോണിപ്പടിയിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി താങ്കളുടെ പ്രതികരണം. അല്ല ശ്രീ ഗോപി, ഇതിൽ ഓരോ നേതാക്കന്മാരും മുന്നണിയുടെ ഭാഗമായാലും അല്ലെങ്കിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളാണ് അവർക്ക് എത്രത്തോളം സ്വാധീനമുള്ളവരാണെന്ന് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് അദ്ദേഹത്തിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ട് തീരുമാനിക്കാം. അത് നിലമ്പൂർ മണ്ഡലത്തിലെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനകീയമായിട്ടുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പിണറായിസത്തിനെതിരെ കലഹിച്ചുകൊണ്ട് പുറത്തു വരുമ്പോൾ പിണറായിസത്തിന് അന്ത്യം കുറിക്കാനായിട്ട് UDF നിർത്തിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് അംഗീകരിക്കേണ്ടി വരും. രണ്ട്, ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തിനെതിരെ ആണ് അദ്ദേഹം കലാപക്കൊടി ഉയർത്തി പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ആ വിഷയവും അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സംഘപരിവാർ വൽക്കരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന UDFനോടൊപ്പം നിൽക്കാനായിരിക്കും അദ്ദേഹത്തിന് കുറെ കൂടി എളുപ്പമുണ്ടാകുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അടുത്തത്, കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ബൈ ഇലക്ഷൻ. അതുകൊണ്ട് ഈ സർക്കാരിനെ തിരുത്താൻ കിട്ടുന്ന അവസരം ജനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് മാർഗം തെളിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും അദ്ദേഹം പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇലക്ഷൻ സമയത്ത് പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും വളരെ ആലോചിച്ച് സൂക്ഷിച്ച് കൃത്യമായിട്ട് പക്വമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും സംസാര രീതി ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണം എന്നാണ് നമ്മളൊക്കെ കലാകാലങ്ങളായി നമ്മുടെ ഒരു കാഴ്ചപ്പാട്. സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നിലപാടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബസ്സിൽ തൂങ്ങിക്കിടന്ന് കയറിയാലും അല്ലെങ്കിൽ എങ്ങനെ യാത്ര ചെയ്താലും ഈ മഴക്കാലത്ത് അൻവറിന് മഴ നനയാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം കേരളത്തിൽ ഉണ്ടാകും. പക്ഷേ ആ സൗകര്യം വേണോ എന്ന് അൻവർ കൂടി ആലോചിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമാകാത്തൊരു ഭാഗം ഞാൻ പറയാം. അതായത് അൻവറിനെ UDFന്റെ ഭാഗമാക്കണം എന്ന കാര്യത്തിൽ UDFനകത്ത് അഭിപ്രായ ഭിന്നതയില്ല. അതായത് കോൺഗ്രസിനകത്തോ മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ UDFന്റെ മറ്റ് ഘടകകക്ഷികൾക്കോ അഭിപ്രായ ഭിന്നതയില്ല. പക്ഷേ കേരളമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ്. ഇതാണോ UDF നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ അൻവറിനോടുള്ള സമീപനം? അല്ല, ഇതിൽ അൻവറിനെ UDFൽ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടെന്ന് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം UDFന്റെ ഭാഗമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിന് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ആ ക്യാമ്പിൽ നിന്ന് LDFന്റെ ക്യാമ്പിൽ നിന്ന് അതേ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കലാപക്കൊടി ഉയർത്തി പുറത്തു വന്ന അൻവറുമായിട്ട് സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവും. തടസ്സം എന്താണ്? ഇത് യാഥാർത്ഥ്യമാകുന്നതിനുള്ള തടസ്സം എന്താണ്? അൻവർ നിലപാടെടുക്കാത്തതാണോ? അല്ല, അതിലുള്ള പ്രശ്നം ഈ UDF എന്ന് പറഞ്ഞ ഒരു വലിയ സംവിധാനം, കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അൻവർ എടുക്കേണ്ട പക്വമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അത് അദ്ദേഹം എത്രത്തോളം സ്വീകാര്യമായ രീതിയിലാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത് എന്നുകൂടി നമ്മൾ അതായത് ഇങ്ങനെ പറയാമോ ഡോക്ടർ ജിൻഡോ ജോൺ, ഇങ്ങനെ പറയാമോ? ഒരു 6 മണിക്കൂർ മുമ്പ് VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കൈപ്പത്തി ചിഹ്നം നമ്മുടെ ചിഹ്നം എന്ന ഒരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട്, അയാൾ താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് UDF പിടിച്ചെടുക്കും എന്ന നിലപാടാണോ ഇപ്പോൾ താങ്കൾ പറഞ്ഞത്? അല്ല ഗോപി, അതിലെന്തോ ഒരു സംശയം. ഇപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രഖ്യാപിതമായ സംഘടനാ സംവിധാനമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ അദ്ദേഹത്തെ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഈ സംവിധാനത്തിനകത്തുള്ള മുഴുവൻ ആളുകളോട് നമ്മൾ ആൻസറബിൾ അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എടുക്കേണ്ട ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള പക്വമായ നിലപാട് അൻവർ എടുത്താൽ അൻവറിന് UDFന്റെ ഭാഗമാകാൻ കഴിയും. അതിലൊരു സംശയവുമില്ല. മുൻകാലങ്ങളിൽ കോൺഗ്രസിനെയും UDFനെയും ുള്ള എത്രയോ ആളുകൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും ഭാഗമായിട്ടുണ്ട്. അൻവറിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപവും കോൺഗ്രസിനോ UDFനോ ഉണ്ടാകേണ്ട കാര്യമില്ല, ഇല്ലതാനും. പക്ഷേ ഈ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ ആ സംവിധാനത്തിൻ്റെതായ രീതിയിൽ ആ ചട്ടക്കൂടിനകത്ത് മെരുങ്ങുന്ന ഒരു പക്വമായ നിലപാട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇലക്ഷൻ സമയത്ത് അത്തരത്തിലുള്ള ഒരു പക്വമായ നിലപാടും വാക്കും രീതികളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ വരാം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീകുമാർ സാർ, ഈ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളൊരു വാർത്ത കേട്ടതാണ് അൻവറിന് മുസ്ലിം ലീഗിൽ നിന്നൊരു ക്ഷണമുണ്ടെന്ന്. അന്ന് അദ്ദേഹം ഏതെങ്കിലും കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ ഒന്നും തയ്യാറായില്ല. ഇന്ന് അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹം PV അബ്ദുൽ വഹാബ് MP കണ്ടിരിക്കുന്നു. അതായത് ലീഗിനെ ഒരു മധ്യസ്ഥ റോളിൽ ഇട്ടുകൊണ്ട് ലീഗ് ഒരു അനുനയ ശ്രമം നടത്തിക്കൊണ്ട് UDFന്റെ ഭാഗമാകാം എന്ന കണക്കുകൂട്ടലിലാകുമോ അൻവർ ഈ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ? ഇനി അൻവർ പറഞ്ഞ ഒരു വലിയ അതായത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശം
ഈ അൻവർ ഇടതുമുന്നണി വിട്ട് വന്ന ആ സമയത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അത് വേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ UDF തീരുമാനിക്കുന്നു. പകരം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ ഒരു തീരുമാനം UDF എടുക്കുമ്പോൾ AICC നടത്തിയ ഒരു സർവേയിൽ പോലും VS ജോയിക്കായിരുന്നു അവിടെ മുൻതൂക്കം എന്ന് വിവരങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ AICCയുടെ തന്നെ സർവേയെ തള്ളിക്കൊണ്ട് UDF നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അൻവറിന് വഴങ്ങണ്ട എന്ന ഒരു ധാരണയിന്മേൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീർച്ചപ്പെടുത്തലിന്മേൽ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലീഗുമായുള്ള കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് പിന്നിലെ ഛേദോവികാരം എങ്ങനെ താങ്കൾ കാണും? നോക്കൂ ഗോപികൃഷ്ണൻ, ഇതിൽ 2 കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, അൻവറിന് വ്യക്തിപരമായ താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യമേ ഉള്ളൂ. കോൺഗ്രസിനും UDFനും അതല്ല. അവർക്ക് കേരളത്തിലെ 139 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ നോക്കണം. അടുത്ത ഭരണത്തിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് നിലമ്പൂരിനെ കാണണം. മാത്രമല്ല ജനങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കുചിതമായ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. സങ്കുചിത രാഷ്ട്രീയം എന്ന് വെച്ചാൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം വളരെ വലുതാണ്, പക്ഷേ അത് അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ അദ്ദേഹം ഒതുക്കുകയാണ്. അതാണ് അവിടെ ഒരു പ്രശ്നം വന്നത്. ഇവിടെ ശ്രീ അൻവർ UDFൻ്റെ ഒപ്പം നിൽക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അൻവർ ഉയർത്തിയത് പ്രാവർത്തികമാക്കണമെങ്കിൽ UDF അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ UDF നിലമ്പൂരിൽ ജയിക്കണം. അപ്പോൾ അൻവർ ധരിച്ചിട്ടുണ്ടാവുക നിലമ്പൂരിൽ ജയിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഒരു അത്യാർത്തിയിൽ താൻ പറയുന്നിടത്ത് കോൺഗ്രസ് വരുമെന്ന് അദ്ദേഹം ധരിച്ചു കാണും. പ്രത്യേകിച്ച് അൻവർ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ ഒരു തലമുറ മാറിപ്പോയി കോൺഗ്രസ്സിൽ. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ വലിയ വലിയ സീനിയറായിട്ടുള്ള നേതാക്കളാണ് ഇരിക്കുന്നതെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അവിടെ ജയസാധ്യതകളും അതുപോലുള്ള മറ്റ് സൂത്രങ്ങളും തന്ത്രങ്ങളും മെനയുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. മറ്റു പാർട്ടികൾക്കില്ലാത്തൊരു സംവിധാനമാണത്. ഇപ്പോൾ CPMൽ തന്നെ DYFIക്ക് അങ്ങനെ ഒരു റോൾ എടുക്കാൻ പറ്റില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു റോൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അൻവർ ഉദ്ദേശിച്ച രീതിയിൽ നിന്ന് രാഷ്ട്രീയം മാറിപ്പോയി. അപ്പോൾ അൻവറിൻ്റെ ആ ഒരു കൈവിട്ടുപോയ ഒരു രാഷ്ട്രീയം തിരികെ പിടിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ലീഗിൻ്റെ സഹായം വേണ്ടി വന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തെ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞാണ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധവും അവരുടെ രാഷ്ട്രീയമായ അവരുടെ ഇടപെടലൊക്കെ അത് കൃത്യമായിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുകയും ചെയ്തു. ലീഗുമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കോൺഗ്രസിൻ്റെ ഒപ്പമാണ് ലീഗ് നേതൃത്വം. കാരണം സാധാരണഗതിയിൽ UDFൽ തർക്കം വരാറുണ്ട്, പക്ഷേ ഇവിടെ തർക്കം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടും അതുപോലെയുള്ള മറ്റ് RSP ഉൾപ്പെടെ ഘടകകക്ഷികളുമായിട്ടും ആലോചിച്ചിട്ടാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അവിടെ ലീഗിന് വേറൊരു ശബ്ദം അവിടെ ഉയർത്താൻ കഴിയില്ല. അപ്പോൾ അൻവർ ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ കോൺഗ്രസുമായിട്ട് യോജിച്ച് പോവുക എന്ന് ഉപദേശിക്കാനേ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് അൻവറിൻ്റെ ഭാഷയിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമല്ല. ഇതൊരു വലിയ പ്രശ്നമാക്കിയത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഗോപികൃഷ്ണൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അൻവറിനെ ഒരു വാർത്താതാരമായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അൻവറിനെ ഒരു വാർത്താതാരമാക്കിക്കൊണ്ട് അൻവറിനെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നമ്മൾ വിവരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ UDFലെ പ്രശ്നങ്ങൾ എന്ന് പറയുകയാണ്. അൻവർ UDFൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, UDFലെ ഘടകകക്ഷികളും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അൻവറിന്റെ നിലപാട് പറയുമ്പോൾ അത് കൂട്ടിക്കെട്ടുകയാണ്. അതൊരു ഇടപെട്ടോട്ടെ. അതായത് ശ്രീകുമാർ സാർ, എന്തുകൊണ്ടാണ് PV അൻവറിനെ വാർത്താ തലക്കെട്ടുകളിൽ അല്ലെങ്കിൽ വാർത്തയിൽ ഒരു താരമായി അവതരിപ്പിക്കുന്നത്? ഇപ്പോൾ അതിനൊരു ഉദാഹരണം, 2016 അൻവർ നേടിയ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ വിജയം, അതിനുശേഷം അൻവർ ഒരു ഒറ്റയാനെ പോലെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പിന്നീട് പിണറായിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടതുമുന്നണി വിട്ടുവന്ന് പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം, പിന്നെ നടന്നിട്ടുള്ള കൺവെൻഷൻ, അതുമായി ബന്ധപ്പെട്ട അൻവർ ആ ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു സ്പോയിലറായി, അതായത് ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്തുന്ന, അവർക്ക് പരാജയം സമ്മാനിക്കുന്ന ഒരു സ്പോയിലറായി PV അൻവറിന്റെ സാന്നിധ്യം ആ മണ്ഡലത്തിൽ മാറുമോ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെയൊക്കെ കേന്ദ്രബിന്ദു. മാത്രമല്ല അൻവർ ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്ന ഈ സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഒക്കെ ശ്രീകുമാർ സാറിന് ഓർമ്മയില്ലേ? അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ, ഈ സാഹചര്യത്തിലാണ് ഒരു വാർത്താ താരമായി അൻവർ മാറുന്നതും. നിലമ്പൂരിൽ ഇപ്പോഴും അൻവറിൻ്റെ പ്രശ്നം, ഇപ്പം ഞാൻ പറയാം, താങ്കൾ പറഞ്ഞല്ലോ ലീഗിന് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനൊപ്പമേ നിൽക്കാൻ കഴിയും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുമാർ സാർ,
ലീഗിനകത്തും അൻവറിന്റെ കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട ശേഷം അബ്ദുൾ വഹാബിനെ പോയി അൻവർ കാണുന്നത്? അതായത് സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും അൻവറിനെ പിണക്കരുത്, അത് പിണക്കാതെ നോക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്പോയിലറായി ഒരുപക്ഷെ അൻവർ മാറിയേക്കാം എന്ന തോന്നൽ ലീഗിനെ കൂടി ഭരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതിക്കൂടെ ശ്രീകുമാർ സാർ? അതുകൊണ്ടല്ലേ ഇവർ പിണക്കാതെ അൻവറിനെ സൂക്ഷിച്ചു നിർത്തുന്നത്? അതായത് അൻവറിനെ ഒരിക്കലും UDF പിണക്കാൻ പാടില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 100 വോട്ടാണെങ്കിലും 10 വോട്ടാണെങ്കിലും വലിയ വിലയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ഘടകമാണെങ്കിലും അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. ഒരാളെ പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് പിണക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൻവർ ലീഗ് നേതൃത്വമായി ചർച്ച ചെയ്യുമ്പോൾ സൗഹാർദ്ദപരമായ ചർച്ചകൾക്കായി അദ്ദേഹം പല നേതാക്കളെയും കണ്ടിട്ടുണ്ടാകാം. കാരണം അൻവർ മലപ്പുറത്തുകാരനാണ്, അൻവർ ലീഗ് നേതാക്കളുമായിട്ട് ബന്ധമുള്ള ആളാണ്, അൻവർ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ആളാണ്, അൻവർ CPMലെ നേതാക്കളുമായിട്ട് ഇപ്പോഴും അടുപ്പം പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ ചർച്ചയിലേക്ക് അൻവർ വരികയും അൻവറിൻ്റെ നിഗമനങ്ങൾ തെറ്റിപ്പോയി ഗോപികൃഷ്ണൻ. കാരണം അൻവർ വിചാരിച്ചത് അൻവർ പിടിച്ചെടുത്ത് അവിടെ UDF നിലമ്പൂരിൽ വരുന്നതാണ്. പക്ഷേ UDF എന്ന് പറയുന്ന വലിയ വ്യാപ്തിയുള്ളൊരു, നേരത്തെ ജിൻഡോ പറഞ്ഞൊരു സംവിധാനമല്ലേ, അവർക്ക് അങ്ങനെ നിലമ്പൂർ മാത്രമായിട്ട് ഒതുങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അൻവറിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അൻവറിനെ കൂട്ടിക്കിട്ടുന്ന കാര്യത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വന്നത്. അൻവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അൻവർ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വേറെ ആരുമല്ല. അൻവർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്, 2 ദിവസം 1 ദിവസം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവസാനം അദ്ദേഹം എത്തുന്ന സ്ഥലം UDF തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അൻവറിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അൻവർ ഉയർത്തിയ മുദ്രാവാക്യം ജനഹിതമല്ലെന്ന് ബോധ്യപ്പെടും, അൻവർ ഉയർത്തിയ മുദ്രാവാക്യം പ്രസക്തമല്ലെന്ന് ബോധ്യപ്പെടും. അവിടെയാണ് ഇന്ന് ഗോവിന്ദ മാഷ്ട പ്രസ്താവന നമ്മൾ കാണേണ്ടത്. ഗോവിന്ദ മാഷ്ട എന്താണ് പറഞ്ഞത്? ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അൻവർ മത്സരിക്കുമോ? UDFൻ്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് വന്നു, ഇനി അൻവർ മത്സരിക്കുമോ? അത് കഴിഞ്ഞ് വേറൊരാൾ BJPയുടെ ആര് വരും? ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു സ്വാർത്ഥ താല്പര്യ ചിന്ത, അതിൽ ജാതിയാകാം മതമാകാം ഒക്കെ വന്നേക്കാം. പക്ഷേ ഗോവിന്ദ മാഷ് ഒരു പാർട്ടിക്കാരൻ മത്സരിക്കുന്നു പറഞ്ഞില്ലല്ലോ. പൊതുസമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി നേതാവാണ് മത്സരിക്കുക എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഇവിടെ നേരത്തെ തൃക്കാക്കരയിൽ പറഞ്ഞത് പൊതുസമ്മേളനം എന്നാണ് പറഞ്ഞത്, തോറ്റുപോയി. പാലക്കാട് ഒരു സരിനെ പിടിച്ച് നിർത്തിയപ്പോൾ പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് അവിടുത്തെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞ് പുറത്തു വന്ന പൊതുസമ്മേളനം എന്നാണ് പറഞ്ഞത്, ജനം തള്ളിക്കളഞ്ഞു. ഇവിടെയും പൊതുസമ്മേളനം എന്ന് പറയുമ്പോൾ ഈ പാർട്ടി സ്ഥാനാർത്ഥി എവിടെ? ഗോപികൃഷ്ണൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു പാർട്ടിക്കാരനാകും എന്ന് പറയാൻ എന്താ അവർക്ക് മടി? കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. 1967 പാർട്ടി പിളർന്ന ശേഷം CPIയെ പിന്നിലാക്കി വളർന്നൊരു പാർട്ടിയാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള ആർജവുമില്ല. അപ്പോൾ കാത്തിരിക്കുകയാണ് അവർ. എങ്ങനെ? അതായത് മറ്റുള്ളവരുടെയൊക്കെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം നോക്കൂ, ഗോപികൃഷ്ണൻ ഭരിക്കുന്ന പാർട്ടി 8-9 വർഷം ഭരിച്ച പാർട്ടി, ആ ഭരണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ, അല്ല ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, അല്ല ഞങ്ങളുടെ വനിതാ നേതാവ്, അല്ല ഞങ്ങളുടെ യുവജന നേതാവ്. അത് പൊതുസമ്മേളനം എന്ന് വെച്ചാൽ എന്തെനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റേ ആര്യാണ ഷൗക്കത്ത് പൊതുസമ്മേളനമല്ലേ? സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ അദ്ദേഹം ഉണ്ടല്ലോ, പൊതുസമ്മേളനമല്ലേ? PV അൻവറും പൊതുസമ്മേളനമല്ലേ? ആരെ പൊതുസമ്മേളനം? എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുസമ്മതരാണ്. അല്ലാണ്ട് രാഷ്ട്രീയത്തിലെ വ്യത്യാസമുള്ളൂ. CPM മത്സരിക്കുമ്പോൾ അരിവാൾ ചുറ്റിയെ കൊടുക്കുമോ അതോ വേറെ ഏതെങ്കിലും ചിഹ്നം കൊടുക്കുമോ എന്ന് വരുമ്പോഴാണ് പാർട്ടി അല്ലാതാവുന്നത്. അപ്പോഴും പൊതുസമ്മതനാവുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയിട്ടേ വരുന്നുള്ളൂ. രാഷ്ട്രീയത്തിലെ സ്ഥാനാർത്ഥിയെ പൊതുസമ്മതനെന്ന് CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാട് ഇതുവരെ അവിടെ നിലമ്പൂരിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പക്ഷേ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൻവർ ഉയർത്തുന്ന ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കും 2 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഒരു പാർട്ടി പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഗോപികൃഷ്ണൻ. ഒരു സഹകരണ ബാങ്ക് പ്രശ്നത്തിൽ 3 സെക്രട്ടറിമാർ പ്രതികളായി നിൽക്കുകയാണ്. കേരളം ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്തൊരു അൻവർ വിഷയമാണ്. അത് അൻവർ തന്നെ പറയുന്നുണ്ട്, കാത്തിരിക്കൂ. പക്ഷേ നമ്മളപ്പോഴും അൻവറിനെ കൂട്ടിക്കെട്ടി UDFിലെ പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. UDFിൽ എവിടെയാണ് പ്രശ്നം? കോൺഗ്രസിലെ പ്രശ്നമുണ്ടോ? ലീഗിൽ പ്രശ്നമുണ്ടോ? VS ജോയി പരസ്യമായി എതിർപ്പ് പറഞ്ഞു. അതായത് UDFിലെ പ്രശ്നം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അൻവറിന്റെ കാര്യത്തിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ നിലപാട് പറയാത്തത്? ഇപ്പോൾ K സുധാകരൻ പറയുന്നു UDFിന്റെ ഭാഗമാകും PV അൻവർ. PD സതീശൻ പറയുന്നു അൻവറാണ് തീരുമാനിക്കേണ്ടത്. PT ബൽറാം പറയുന്നു മര്യാദയ്ക്കാണെങ്കിൽ അയാളെ കൂടി കൂട്ടി, മര്യാദയ്ക്കല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂടി പരാജയപ്പെടുത്തി. ഈ എന്ത് ഐക്യമുണ്ട് UDFിനകത്താണ്? ഇപ്പോൾ ലീഗിനകത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു അഭിപ്രായം, PV അബ്ദുൾ വഹാബിന് വേറൊരു അഭിപ്രായം. അതായത് അൻവറിൻ്റെ കാര്യത്തിൽ ലീഗിനകത്തും കോൺഗ്രസിനകത്തും ഒക്കെ ഭിന്നാഭിപ്രായങ്ങളുണ്ട്.
അതുകൊണ്ടാണ് അൻവറിന്റെ കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു നിലപാട് പറയാനോ സ്വീകരിക്കാനോ UDF-ന് കഴിയാതെ പോകുന്നത്. അതിലെ സത്യം ശ്രീകുമാർ സാർ. പിന്നെ പറഞ്ഞത് ശരിയാണ് താങ്കൾ, ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് CPM ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? അതൊരു ചോദ്യമാണ്. പൊതുസമ്മതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും ഒരു ചോദ്യമാണ്. പ്രകാശ് മാസ്റ്റർ ഉണ്ടായിരുന്നു മറുപടി പറയാൻ. പക്ഷേ ഈ ഭാഗം ഒന്ന് താങ്കൾ പറയൂ. UDF-നകത്ത് അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നിലപാടുണ്ടോ അൻവറിന്റെ കാര്യത്തിൽ? നോക്കൂ, അൻവർ ഒരു പ്രശ്നം ഉണ്ടാക്കുകയല്ലേ. UDF-ന്റെ പുറത്ത് നിൽക്കുന്ന UDF-ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് RMPയെ പോലെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ അൻവർ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ഓരോ ദിവസം ചർച്ചകൾ ഉണ്ടാക്കുകയാണ്. ആ ചർച്ചകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒരുപക്ഷേ UDF നേതാക്കൾക്ക് വന്നേക്കാം, ജിൻഡോയെ പോലുള്ള കോൺഗ്രസ് വക്താക്കൾക്കും വന്നേക്കാം. പക്ഷേ ലീഗിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് ഗോപികൃഷ്ണൻ്റെ നിഗമനമാണ്. വഹാബ് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, കുഞ്ഞാലിക്കുട്ടി മധ്യസ്ഥ സ്ഥാനത്ത് ഇല്ലെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി CPM-ൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ പുറത്തു വന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് മറ്റൊരു മുന്നണി പോകുമ്പോൾ എങ്കിൽ ആ മുന്നണി ഞാൻ വിചാരിക്കുന്നത് പോലെ വരട്ടെ എന്നൊരു ചിന്ത അൻവറിനെ എങ്ങനെയോ ബാധിച്ചു. അതായത് മുസ്ലിം ലീഗിനെ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുമായുള്ള സന്ദർശനം കൊണ്ട് അൻവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ അബ്ദുൽ വഹാബിനെ കാണേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അദ്ദേഹം ഒരുപക്ഷെ അത് കണക്കാക്കിയിട്ടായിരിക്കും അവരെ സന്ദർശിക്കുന്നത്. നോക്കൂ, അൻവറിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു വിഷയമേ ഉള്ളൂ. എന്താണ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടണം? ഇലയ്ക്കും മുള്ളിനും കേടുവരാതെ എന്ന് വെച്ചാൽ അൻവറിൻ്റെ ആ ഒരു അഭിമാനം നിലനിർത്തണം. ഒപ്പം തന്നെ UDF-ൻ്റെ കീഴടങ്ങിയെന്ന് വരാനും പാടില്ല. ഈ ഒരു ചിന്തയാണ് ഇപ്പോൾ അൻവറിനെ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് അൻവർ എടുക്കാവുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ലീഗ് നേതാക്കളുമായിട്ടും UDF-ൻ്റെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നിഗമനത്തിലെത്തി. ഇപ്പോഴത്തെ എൻ്റെ ആവശ്യത്തിനൊപ്പം UDF നിൽക്കുന്നു. അതിൻ്റെ എപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പിണറായി, അദ്ദേഹം പറയുന്നത് കേട്ടോ, പിണറായിസം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. പിണറായിസത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ, ഫലപ്രദമാകണമെങ്കിൽ ഇപ്പോൾ UDF-ൻ്റെ ഒപ്പം നിൽക്കണം. ബാക്കി കാര്യങ്ങൾ പിന്നീട് എന്ന നിലയിലേക്ക്. ശരി ശ്രീകുമാർ സാർ, ഞാൻ ഇനി രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. പ്രകാശ് മാസ്റ്റർ ഉണ്ട്, അതോടൊപ്പം തന്നെ BJP-യുടെ പ്രതിനിധി അഡ്വക്കേറ്റ് TK അശോക് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. പ്രകാശ് മാഷ്, ഈ പിണറായിസത്തിന് ഒരു അന്ത്യം കുറിക്കാൻ എന്നതാണ് ഈ അൻവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ, അതായത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി ഇയാളായിരിക്കും നല്ലതെന്ന് പറഞ്ഞൊരു പേര് പറയുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആ നിർദ്ദേശം വളരെ ശക്തമായി വെക്കുന്നു. അത് കോൺഗ്രസ് നേതൃത്വം UDF-ഉം തള്ളിക്കളയുന്നു. അൻവർ വീണ്ടും ബസ്സിൽ ഏണിപ്പടിയിൽ നിന്നാണെങ്കിലും ആ ബസ്സിൻ്റെ ഭാഗമായ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പറയുന്നു. അങ്ങനെ പിണറായിസത്തെ വെല്ലുവിളിച്ച് ഒരിക്കൽ ഇടതുമുന്നണിയുടെ ബാനറിൽ ജയിച്ചു കയറി അതേ മണ്ഡലത്തിൽ അൻവർ എതിർദിശയിൽ നിന്ന് പോരാടുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? അതിലെ ന്യൂനതയെക്കുറിച്ചാണ് ഇവിടെ ശ്രീകുമാർ സാറ് എടുത്തു പറഞ്ഞത്. ആ കാര്യം സംബന്ധിച്ച് ഞാൻ ഒടുവിൽ പറയാം. യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്ന് കേരളീയർക്ക് അറിയാത്തതല്ല. ഇവിടെ UDF PV അൻവറെ മുന്നിൽ നിർത്തിയിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുക, അതിനുവേണ്ടി കുറേ വാദമോഹങ്ങൾ ഉന്നയിക്കുക, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിയമസഭക്കകത്തും പുറത്തും UDF-ഉം കോൺഗ്രസും വലിയ നിലക്കുള്ള പ്രചരണം നടത്തുക. ഇതാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM LDF വിരുദ്ധ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണല്ലോ അൻവറും അതുപോലെ UDF എല്ലാം നിന്നിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ചേർന്ന് നടന്ന സംഭവം എന്താ? UDF-ന്റെ ചേരിക്കകത്ത് വലിയ പിളർപ്പ് വന്നിരിക്കുന്നു. PV അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ, UDF-നെതിരെ എന്തെന്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്? ഈ നിലവിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ജനപിന്തുണയില്ല, അദ്ദേഹം വേറെ ഏതോ പാർട്ടിയിൽ പോകാൻ തീരുമാനിച്ച ആളാണ്, ഇവിടെ ജോയിയെ അവഗണിക്കാൻ ഉണ്ടായിട്ടുള്ളത്, അവഗണിക്കുന്ന അദ്ദേഹത്തിന് തലതൊട്ടപ്പന്മാരില്ലാത്തതുകൊണ്ടാണ്. എന്തെന്ത് ആക്ഷേപങ്ങളാണ് ഇന്നലെ വരെ UDF-ന്റെ ഭാഗമായി നിന്നിരിക്കുന്ന അൻവർ ഉന്നയിക്കുന്നത്? അപ്പൊ ജാള്യതാർക്കാണ് ഇത്? കോൺഗ്രസിന് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്, ഒരു വലിയ കരണത്തേറ്റടിയാണ് എന്നുള്ളതല്ലേ ഈ കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ടുള്ള സംഭവം. ഇവിടെ ഈ കോൺഗ്രസ് ആരംഭിച്ചെങ്ങനെയാ? അവര് 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു. ഇവിടെ വേണുഗോപാൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഉച്ചക്ക് സ്ഥാനാർത്ഥിയെ കിട്ടി, വൈകുന്നേരം സ്ഥാനാർത്ഥിയുടെ പേര് അംഗീകരിച്ചു. അങ്ങനെ ഈ മുന്നണികളിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിനെ മെറിറ്റ് അത് ആഘോഷിക്കാൻ ഇറങ്ങിയതാണല്ലോ UDF. അല്ല പ്രകാശ് മാഷ്, കോൺഗ്രസിനേറ്റ കരണത്തടി എന്തുകൊണ്ടാണ് പ്രകാശ് മാഷ് പറയുന്നത്? ഇത്രയും നാട് നീളെ അൻവർ പറഞ്ഞുകൊണ്ട് നടന്ന ഒരാള്, ആ ആളുടെ പേരായിരിക്കും സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറഞ്ഞു.
കോൺഗ്രസ് നേതൃത്വവും UDF-ഉം ഒക്കെ അൻവറിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കും. എന്നിട്ട് അൻവർ പറയുന്നത് അൻവറിന്റെ സ്വാധീനത്തെ, ആ മണ്ഡലത്തിലെ സ്വാധീനത്തെ മുഖവിലക്കെടുത്ത് അൻവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നൊക്കെ കരുതിയെടുത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. UDF ഒറ്റക്കെട്ടായി അതിനകത്ത് നിന്നു. ഇപ്പോൾ UDF-നകത്ത് എങ്ങനെയെങ്കിലും കയറാൻ ബുദ്ധിമുട്ടുകയാണ്, ശ്വാസം മുട്ടുകയാണ് PV അൻവർ. അങ്ങനെയാണ് ഈ സ്ഥിതി മാറിയിരിക്കുന്നത്. അപ്പോൾ മാഷ് പറയുന്നു കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാനിതാ പറഞ്ഞത് ഇക്കഴിഞ്ഞ 6 മാസക്കാലം UDF-ന്റെ ഭാഗവും UDF-ന് വേണ്ടിയുമല്ലേ അൻവർ, അതിന്റെ കൂടെയല്ലേ അൻവർ ഉണ്ടായിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയോട് ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയാൻ എങ്ങനെ അൻവറിന് സാധിക്കുന്നത്? അവരുടെ ഭാഗമായതുകൊണ്ടല്ലേ. എന്ന് മാത്രമല്ല, മിനിഞ്ഞാന്ന് എന്താ സതീശൻ പറഞ്ഞത്? എങ്ങനെയാണ് അൻവർ UDF-ന്റെ ഭാഗമാകുന്നതെന്ന് 2 ദിവസക്കാലം കൊണ്ട് പ്രഖ്യാപിക്കും. എന്താ പഴയ KPCC പ്രസിഡന്റ് പറഞ്ഞത്? അദ്ദേഹം UDF-ന്റെ ഭാഗമാണ്. അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് അൻവറിൽ വലിയ പ്രതീക്ഷ. അൻവറുടെ ഭാഗമല്ലേ. കഴിഞ്ഞ 6 മാസക്കാലം അവർക്ക് വേണ്ടിയല്ല അൻവർ നിലകൊണ്ടത്, അൻവറിന് വേണ്ടിയല്ല UDF നിലകൊണ്ടത്. അങ്ങനെ നിലകൊണ്ട ഒരൊറ്റ ശരീരവും 2 ശിരസുമായി നിന്നിരിക്കുന്ന ശക്തികൾ 2 ശരീരമായിട്ട് മാറുന്ന കാഴ്ചയല്ലേ ഇപ്പോ 2 ദിവസക്കാലമായിട്ട് കാണുന്നത്. അത് കോൺഗ്രസിനേറ്റ കരണത്തടിയല്ലെങ്കിൽ മറ്റെന്താണ്? ഇവര് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങള് ഈ പറയുന്ന പ്രകാശം മാഷെ, ഇനിയിപ്പോ മാഷ് പറഞ്ഞതുപോലെ ഒരു മിനിറ്റ്, മാഷ് പറഞ്ഞതുപോലെ 2 ശരീരമാണെന്ന് വെക്കുക. അതായത് അൻവറിന്റെ പാർട്ടിലും UDF വേറൊരു പാർട്ടിനുമാണെന്ന് വെക്കുക. പക്ഷെ 2 പേർക്കും പൊതുശത്രു ഒന്നല്ലേ, ഇടതുമുന്നണിയല്ലേ? കാരണം പിണറായിസത്തെ അവസാനിപ്പിക്കാനാണ് അൻവർ ഉള്ളത്. അത് തന്നെയാണ് UDF-ന്റെയും പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോ ബലം ഒരേ ഭാഗത്ത് തന്നെയാണല്ലോ കിടക്കുന്നത്. അല്ലല്ലോ, കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഇവർ ഒന്നിച്ച് പോരാടിയവരാണല്ലോ. ഇപ്പോ അൻവർ പറഞ്ഞിരിക്കുന്ന ഏത് വാദമാണ് UDF അംഗീകരിക്കാതിരുന്നത്? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എത്ര ശക്തമായിട്ട് അൻവറിന് വേണ്ടിയിട്ട് ഇവരെല്ലാം വാദിച്ചത് എന്ന് വെച്ചാൽ അൻവർ UDF-ന്റെ ഭാഗമാണ്, അൻവർ ഞങ്ങൾക്കെതിരായിട്ട് UDF-ന്റെ ഭാഗമാണ് നിന്നു ഈ കഴിഞ്ഞ 6 മാസക്കാലം. ഇപ്പോ അൻവർ അവരെ ചീത്ത പറയുന്നു. അതിന് അവരല്ലേ മറുപടി പറയേണ്ടത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അൻവറിനെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ നിലപാട്? UDF ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ എല്ലാ കാലത്തും പൊതുസമ്മതരായ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയില്ല, 57 EMS-ന്റെ ഗവൺമെന്റ്, അതിനകത്ത് മന്ത്രിമാരായിരുന്ന ആളുകളടക്കം CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊന്നും ആയിരുന്നില്ല. അവർ മത്സരിച്ച സ്വതന്ത്രമാരായിട്ടാണ്. ഇനി ഈ മണ്ഡലം പരിശോധിക്കുക, ഈ മണ്ഡലത്തിനകത്ത് എത്ര സ്വതന്ത്രമാരെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്? ആര്യാടക്കം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടില്ലേ? അൻവർ മത്സരിച്ച അങ്ങനെയല്ലേ? അതുകൊണ്ട് പൊതുസമ്മതനായ സ്ഥാനാർത്ഥി നിൽക്കുന്നത് എന്തോ ഒരു അന്യായമാണ്. ഇതൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. ഞങ്ങൾക്ക് നിശ്ചയിക്കുന്നതിന് അതിൻ്റെ സംഘടനാ മാനദണ്ഡങ്ങളുണ്ട്, അത് വെച്ചുകൊണ്ട് നിശ്ചയിക്കുകയും ചെയ്യും. ഇപ്പോ നിങ്ങൾ എന്തിനാ അതിന് വേണ്ടിയിട്ട് വലിയ എന്താ സ്ഥാനാർത്ഥി നിർത്താത്തത്, എന്താ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കോൺഗ്രസിനെ രക്ഷിക്കാനാണ്, അവരുടെ ജാള്യത മറച്ചു പിടിക്കാനാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ചെന്നുപെട്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥ, വളരെ എളുപ്പത്തിൽ അനായാസമായിട്ട് ആദ്യ സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് ജയിക്കാൻ പോകുന്നു എന്നെല്ലാം പെരുമ്പരയടിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാനത്ത് അവർക്കത് പറയാൻ വേണ്ടി കഴിയാത്തൊരു നിലയുണ്ടായിരിക്കുന്നു. അവർ ഡിഫൻസിലായിരിക്കുന്നു. അതല്ലേ ഇടായിരിക്കുന്ന കാര്യം, അത് സമ്മതിക്കണ്ടേ? അതിന് പകരം ഞങ്ങളുടെ ഭാഗമല്ല, ഞങ്ങളുടെ ഭാഗമാക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ UDF-നകത്തിൽ വ്യത്യസ്ത പാർട്ടികൾ എടുക്കുന്ന നിലപാടെന്താ? കോൺഗ്രസിനകത്തിൽ ആളുകൾ എടുക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ നല്ലതുപോലെ അനിൽകുമാർ ആക്രമിക്കാൻ വേണ്ടി വന്നല്ലോ പിന്നെ അൻവറിനെ. എന്നാൽ KPCC അധ്യക്ഷന് ആ നിലപാടുണ്ടോ? അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുണ്ടോ? അപ്പോ നിങ്ങൾ കഴിച്ചിട്ടിറക്കാനും വയ്യ, അതുപോലെ പിന്നെ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അൻവറിനെ കൂടെ എത്തിയിരിക്കുന്നു UDF. അത് നിങ്ങൾ സ്വീകരിച്ച തെറ്റായ നിലപാടിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ അൻവർ എന്നുകൊണ്ട് കേന്ദ്രബിന്ദുവാകുന്നത്. അൻവർ കേന്ദ്രബിന്ദുവായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്. അൻവറിന്റെ ഈ നിലപാടിലൂടെയല്ലേ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അത് മറച്ചു വെക്കാൻ വേണ്ടി കഴിയുമോ? ഇനിയിപ്പോൾ അൻവർ ഒന്നുമല്ല, അൻവർ ആരാണ് എന്ന് പറയുന്നത് അൻവറിനെ കൂടെ കൂട്ടാൻ കഴിയാത്തതുകൊണ്ടാണ്. അൻവർ ആരാണ്, അൻവർ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല ധാരണയുള്ളവരാണ് നിങ്ങൾ LDF CPM-ന്റെ ആളുകൾ. അല്ല, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും ഒരു ബേജാറുമില്ല. ബേജാറുണ്ടാവുന്നത് UDF-നാണ്. അല്ല പ്രകാശ് മാസ്റ്റർ, ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നതിന് ഒരൊറ്റ ചോദ്യം കൂടി. അൻവറിനെ നേരിടുന്നതിനായിരിക്കുമോ UDF സ്ഥാനാർത്ഥിയായ ഈ ആര്യാടൻ ഷൗക്കത്തിനെ നേരിടുന്നതിനായിരിക്കുമോ ഇടതുമുന്നണി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോൾ? ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് അൻവർ ഒന്നുമല്ല എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല കേരളത്തിൽ. അദ്ദേഹത്തിന് ഒരു പാർട്ടിക്കാരും എടുക്കുന്നില്ല. അത് സ്വീകരിച്ച പാർട്ടിയാണെന്ന് നമുക്കറിയാലോ. കേരളത്തിൽ ഇന്നലെ വരെ ഒരു മനുഷ്യന്മാരില്ലാത്തൊരു പാർട്ടി, അങ്ങനെ പൊളിഞ്ഞ് പാപ്പരായ ഒരാൾ, അയാളുടെ വാദമുകളെല്ലാം ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് പൊളിഞ്ഞു. അങ്ങനെ ഒരാളെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കേണ്ട കാര്യം എന്താ?
കേരളത്തിലെ മത്സരം യാതൊരു സംശയമില്ല LDF UDF തമ്മിലാണ്. ശരി. UDFന് വലിയ നിലക്കുള്ള ഒരു കരണത്തടി ഈ കഴിഞ്ഞ 2 ദിവസക്കാലം പക്ഷേ ആ UDF അൻവർ കൂടിയുള്ള UDF ആണോ അൻവർ ഇല്ലാത്ത UDF ആണോ എന്നതാണ് ഇനി 2 ദിവസത്തിനകത്ത് നമുക്ക് വ്യക്തമാകാൻ പോകുന്നത്. പ്രകാശ് മാഷേ, അതാണ് ഇനി വ്യക്തമാകാനുള്ളത്. അത് അവരുടെ കൺസേൺ ആണ്. അതെ അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് അവരുടെ കൺസേൺ തന്നെയാണ്. ഞാൻ പറയാ അതാണ് ഇനി നമ്മുടെ മുന്നിൽ തെളിയാനുള്ളൊരു ചിത്രം എന്ന് ഞാൻ മാഷോട് പറഞ്ഞതേ ഉള്ളൂ. അത് അവരുടെ കൺസേൺ തന്നെയാണ്. അഡ്വക്കേറ്റ് TK അശോക് കുമാർ ഉണ്ട്, BJP പ്രതിനിധി. അഡ്വക്കേറ്റ് TK അശോക് കുമാർ, അൻവറിന്റെ കാര്യം അൻവറിന് UDFൽ കടക്കണമെന്നുണ്ട്, പക്ഷേ കടക്കാൻ പറ്റുന്നില്ല. ആ ഒരു പ്രതിബന്ധമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയാണ് PV അൻവർ നിലമ്പൂരിൽ നേരിടുന്നത്. പക്ഷേ അവിടെ ഒരു BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ BJPക്ക് എന്ത് പ്രതിബന്ധവും പ്രതിസന്ധിയുമാണ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ നിലമ്പൂരിലുള്ളത്? 2016 അവിടെ മത്സരിച്ചത് BDJS ആണ്. അന്ന് BDJSന്റെ സ്ഥാനാർത്ഥി അവിടെ 13,000 വോട്ടുകൾ നേടിയിരുന്നു. എന്ന് പറഞ്ഞാൽ BDJS വളരെ വലിയ രീതിയിൽ വോട്ട് അവിടെ പിടിച്ചിരുന്നു എന്നർത്ഥം. അതിനുശേഷമാണ് 2021 ആ മണ്ഡലം BJP വാങ്ങുന്നതും പകരം തവനൂർ മണ്ഡലം BDJSന് നൽകുന്നതും. അങ്ങനെ 2021 BJP മത്സരിച്ചപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടിയത് 7,500 വോട്ടാണ്. അതായത് 13,000 വോട്ട് BDJSന് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അന്ന് അവിടെ കിട്ടിയത് 7,500 വോട്ടാണ്. BJPയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ വോട്ട് കുറഞ്ഞു എന്നർത്ഥം. ആ ഭയം കൊണ്ടാണോ നിങ്ങൾ ഇക്കുറി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? നിങ്ങൾ ഈ പറഞ്ഞ 2 കണക്കുകളും ഗോപികൃഷ്ണൻ തെറ്റാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പറയൂ. കഴിഞ്ഞ പ്രാവശ്യം BJP അവിടെ നേടിയിട്ടുള്ളത് 8,595 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനു മുൻപ് BDJSന് 12,200 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 4,400 ആണ്. അതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 3,600 ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായിട്ട് 3,500, 4,400 ഇടയ്ക്ക് BDJS വന്ന സമയത്ത് SNDP യോഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ഞങ്ങൾക്ക് വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്നാണ് അല്ലെ? അപ്പൊ താങ്കൾ പറഞ്ഞ കണക്കുകൾ ഒന്നുകൂടി പറയൂ. 8,595 വോട്ടാണ് നിങ്ങൾക്ക് 2021 കിട്ടിയത്. 2016 BDJSന് എത്ര കിട്ടിയെന്നാണ് താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് 13,000 ആണ്. താങ്കൾ എത്രയാണ് പറഞ്ഞത്? 12,284. ശരി. അപ്പൊ അതായത് ഇതിലെ വ്യത്യാസമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉന്നയിച്ച വാദം ശരിയാണല്ലോ. ഞാൻ ഉന്നയിച്ച വാദം ശരിയാണല്ലോ. 2016 BDJS ശരി അത് മതി. ഓക്കെ, ശരി. ആ കണക്കുകളിലെ തെറ്റുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അത് നോക്കാം. എനിക്ക് കിട്ടിയ ഒരു കണക്കാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ BJP കാണുന്നത് തികച്ചും വിഭിന്നമായിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം 2016 സമാനമാണ്. 2016 വരെ അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ സുധാകരൻ വനമന്ത്രിയായിരുന്ന സമയത്ത് 4ാം ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ സജീവമായിരുന്നു. അന്ന് 2016 LDFിലേക്ക് കടന്നു വരുമ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അന്ന് പിണറായി വിജയന് പകരം വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ്, മരുമകൻ റിയാസിന് പകരം അന്ന് മുനിസിപ്പാലിറ്റിയുടെ നിലമ്പൂരിന്റെ ചെയർമാനായിരുന്ന ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗക്കത്തിനുമെതിരെ, വൈദ്യുതി മന്ത്രിക്കും മുനിസിപ്പൽ ചെയർമാനുമെതിരെ ആര്യാടൻ ഇസമെന്നും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ 9 വർഷം ഇടതുപക്ഷത്തിൽ നിന്നതിനു ശേഷം ഇടതുപക്ഷത്തിൽ നിന്ന് UDFിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ പിണറായിസവും മരുമകനുസവും പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് 2016 സമാനമായിട്ടുള്ള വാദമുഖങ്ങൾ തന്നെയാണ് 2025 അൻവർ ഉന്നയിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു ഇസവും കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, അൻവറിന്റെ അവനവനിസവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആഗ്രഹിച്ചതല്ല, ജനങ്ങൾ ഇച്ഛിക്കുന്നതല്ല. യാതൊരു കാരണവുമില്ലാതെ ഒരു ഇടത് വലത് മുന്നണികൾ, കാലങ്ങളായി കേരളത്തിൽ നിലക്കുന്ന ഇടത് വലത് മുന്നണികളിലെ വ്യക്തിപരമായ അധികാര തർക്കം, അവനവസത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് മുകളിൽ അനാവശ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനിയിപ്പോൾ ഒരു സ്വതന്ത്ര MLA ആയിട്ട് ഒരു 6 മാസം കൂടി, 1 വർഷം കൂടി നിയമസഭയിൽ ഇരിക്കുന്നതിന് സാങ്കേതികമായോ നിയമപരമായോ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അൻവറിന്.
പിണറായിയോട് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തോട് തെറ്റിപ്പിരിഞ്ഞുകൊണ്ടും അവിടെ ഇരിക്കാം. അത് ചെയ്യാതിരുന്ന എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ നടത്തിയെങ്കിൽ മാത്രമേ എങ്ങനെയെങ്കിലും UDF-ൽ കയറി പറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ അതല്ല ശരി ശ്രീ അശോകുമാർ, ഞാൻ ചോദിച്ചത് BDJS-ൽ നിന്ന് നിങ്ങൾ വാങ്ങിയെടുത്ത സീറ്റിൽ 2021 BJP-യുടെ സ്ഥാനാർത്ഥി മത്സരിച്ച ആ ഇടത്ത് ഈ തവണ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിനുള്ള കാരണം എന്താണ്? ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന തീരുമാനം എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ 2 തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങളോട് തുറന്നു പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ നിരീക്ഷണം, ഞങ്ങളുടെ സ്ട്രാറ്റജി 2 തരത്തിലാണ്. അവിടെ പോയി അനാവശ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ ആ കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി ഇന്നോ നാളെ 2 ദിവസത്തേക്കും പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ളത് ഇന്ന് വ്യക്തമല്ല. ആ തരത്തിലൊരു നിലപാടില്ല. അതൊരു ചർച്ചയാണ്. അല്ലല്ല, അത് ഞാൻ പറയാം. അതിന് കാരണം വെച്ചാൽ BDJS-ന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് ഇന്ന് ഒരു ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് BDJS ആയേക്കും അവിടെ മത്സരരംഗത്തേക്ക് ഉണ്ടാവുക, തീരുമാനിച്ചു എന്നല്ല, അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന്. അവർക്ക് തവനൂർ സീറ്റ് കൊടുത്ത് BJP ഏറ്റെടുത്തതാണ് ആ സീറ്റ്. ഏത്? ഈ നിലമ്പൂർ സീറ്റ്. അവിടെ നിങ്ങൾ വീണ്ടും അത് BDJS-നെ ഏൽപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഈ സ്ട്രെങ്ത് കുറയുന്നു എന്ന ഫീൽ അവിടേക്ക് വരും എന്ന ഭയം കൊണ്ടാണോ എന്നതാണ് എന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിനകത്ത് വളച്ചു ചുറ്റിയുള്ള ചോദ്യമൊന്നുമില്ല. വെരി സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആൻസറും ഉണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ മത്സരിച്ചു. അതിന് തൊട്ടു മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചു. അതിന് തൊട്ടു മുൻപത്തെ ഇലക്ഷനിൽ BDJS മത്സരിച്ചു. NDAയെ സംബന്ധിച്ചിടത്തോളം NDAയ്ക്ക് കൃത്യമായി ലീഗിനും കോൺഗ്രസും വീതം വെക്കുന്നത് പോലെ ഇന്ന സീറ്റ് ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സീറ്റുകൾ മാറ്റി മത്സരിക്കാറുണ്ട്. കോട്ടയത്ത് കഴിഞ്ഞ പ്രാവശ്യം തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചു. അതുകൊണ്ട് ഈ പ്രാവശ്യം NDAയിലെ ഒരു ഘടകകക്ഷി BDJS ആയിക്കോട്ടെ, ഏതെങ്കിലും കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, NDAയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ചകൾ നടക്കുന്നത്. അതിൽ അന്തിമ തീരുമാനം വരും. ഞങ്ങൾ ഇവിടെ ഒരു 3ാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. 9 വർഷമായിട്ട് സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഇതേവരെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല. അവരുടെ സ്ഥാനാർത്ഥിയും കൂടെ വരട്ടെ, എന്നിട്ട് ഇരു സ്ഥാനാർത്ഥികളെ മെറിറ്റ് അറിയട്ടെ, അതിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് നിർത്തിക്കൂടെ? ശരി, ഒറ്റ കാര്യം, അതായത് ഞാൻ ഇടവേളയിലേക്ക് പോവാണ്. അതിന് മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് ടി. അശോകുമാർ ഒരു കാര്യം, അതൊക്കെ ശരി, പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. BJP-യുടെ പുതിയ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ വന്ന ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അവിടെയാണ് BJP സ്ഥാനാർത്ഥി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്നതേ ഉള്ളൂ അതിനകത്തുള്ള രാഷ്ട്രീയ പ്രസക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ കൗതുകം. അതാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ചത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തീരുമാനമൊന്നും അന്തിമമായി വന്നിട്ടില്ല എന്നത് ഈ ഘട്ടത്തിൽ താങ്കൾക്കൊരു വാദമായി ഉന്നയിക്കാം. എനിക്ക് അതിനകത്ത് എതിരഭിപ്രായം. ഞാനൊരു ഇടവേള എടുത്തിട്ട് വരാം. അഡ്വക്കേറ്റ് ടി. അശോകുമാർ, എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞത്. ഞാൻ ചെറിയ ഇടവേള എടുത്തിട്ട് വരെ സമയമായതുകൊണ്ടാണ്, ക്ഷമിക്കണം. ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ ജിൻഡോ ജോൺ. വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഈ അൻവറിനെ UDF-ന്റെ ഭാഗമാക്കുന്നതിൽ പാർട്ടിക്കകത്ത്, അതായത് കോൺഗ്രസിനകത്തും UDF-ലെ ചില ഘടകകക്ഷികൾക്കുള്ളിലുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ രമേശ് ചെന്നിത്തല 24-മായി സംസാരിച്ചു. അതിൻ്റെ ഒരു വിവരം എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് PV അൻവർ UDF-ന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻവറിന്റെ പിന്തുണ UDF-നാണ്, മാത്രമല്ല അൻവർ UDF-ന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ K. സുധാകരൻ നാട്ടിൽ പറഞ്ഞ അതേ ഭാഷയിലാണ്, അതേ ആശയവുമാണ് രമേശ് ചെന്നിത്തല ഹൂസ്റ്റണിൽ നടത്തിയ പ്രതികരണത്തിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ VD സതീശൻ പറയുന്നു അൻവറാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീകുമാർ സാർ പറയുന്നു ഒരു ആശയക്കുഴപ്പവും UDF-നകത്തോ കോൺഗ്രസിനകത്തോ ഇല്ല എന്നാണ്. ഭിന്നാഭിപ്രായമുണ്ട് അൻവറിന്റെ കാര്യത്തിൽ എന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണല്ലോ ഇതൊക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ജിൻഡോ ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് ചോദിക്കട്ടെ, അൻവർ വരുന്നതിൽ UDF അപകടം മണക്കുന്ന അല്ലെങ്കിൽ UDF ഭയക്കുന്നത് എന്താണ്? ശ്രീ ഗോപി, ഇതിൽ രമേശ് ചെന്നിത്തലയുടെയോ K. സുധാകരൻ്റെയോ VD സതീശൻ്റെയോ പ്രസ്താവനകളെ കോൺട്രഡിക്ടറി ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമില്ല. കാരണം അൻവർ ഉന്നയിക്കുന്ന ആശയങ്ങൾ, പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ട് നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ, അത് തന്നെയാണ് UDF കഴിഞ്ഞ 9 വർഷമായിട്ട് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ നിരന്തരം സംസാരിക്കുന്ന UDF-ന്റെ രാഷ്ട്രീയം പറയുന്ന ഏതൊരാളും ആശയപരമായി UDF-ന്റെ ഭാഗമാണ്.
പിന്നെ സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമാകണമെങ്കിലുള്ള അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഇതിന്റെ ബാക്കി ഇനിയുള്ളൂ. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനി ഈ ആശയ പോരാട്ടം വിജയിക്കേണ്ടത് അൻവറിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ സാധാരണക്കാർക്ക് ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ ഉന്നതന്മാർക്കും പൗരപ്രമുഖന്മാർക്കും സ്വന്തക്കാർക്കും മാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ആശയ പോരാട്ടം വിജയിക്കേണ്ടത് അൻവറിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ RSS വൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തി വിജയിക്കേണ്ടത് UDF വിജയിക്കേണ്ടത് അൻവറിന്റെ കൂടി ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും UDFന്റെ വിജയം അൻവറിന്റെ കൂടി നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് സാങ്കേതികമായിട്ട് UDFിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ കുറെ കൂടി എളുപ്പമാകാൻ അദ്ദേഹം പക്വമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പക്വമായിട്ടുള്ള നടപടി ഒന്ന് വിശദീകരിക്കുമോ ജിൻഡോ? എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അല്ല, നമ്മളൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിയും ഒരു പാർട്ടിയും ആ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിതമായ സംവിധാനത്തോടെ അനൗൺസ് ചെയ്ത സ്ഥാനാർത്ഥിയെയും ആ അനൗൺസ് ചെയ്യുന്ന പ്രക്രിയയും അല്ലെങ്കിൽ ആ മുന്നണിയെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ഒരു വാക്കോ ഭാഷയോ ഉണ്ടായാൽ അതൊരു നല്ല രീതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി, അതായത് PV അൻവർ അല്പം മുൻപ് സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടല്ലോ. അതിൽ അൻവർ പറയുന്നത്, ഞാൻ ആരാണ്? ഞാൻ തൃണമൂലിൻ്റെ കേരളത്തിലെ കൺവീനറാണ്. ഞാൻ UDFന്റെ ഭാഗമാണോ? അല്ല. അപ്പോൾ ഞാൻ UDFന്റെ ഭാഗമല്ല, UDFന് പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ കൺവീനറാണ്. എനിക്ക് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടെ എന്നാണ്. UDF അതൊരു ന്യായമായി പരിഗണിക്കുമോ? അല്ല, അതിൽ ഗോപികൃഷ്ണൻ പറഞ്ഞ ചോദ്യവും അൻവർ പറഞ്ഞ ന്യായവും ഒക്കെ ശരിയാണ്. അദ്ദേഹം UDFന്റെ സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് അഭിപ്രായവും പറയാം. പക്ഷേ ഏത് തരത്തിലുള്ള അഭിപ്രായം പറയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സാങ്കേതികമായിട്ട് UDFന്റെ ഭാഗമാകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു സാമാന്യ ബോധം അദ്ദേഹത്തിനും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ UDFന്റെ ഭാഗമാകുന്നതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെ UDFന്റെ സ്ഥാനാർത്ഥിക്കും സംവിധാനത്തിനുമെതിരെ നിരന്തരം ആക്ഷേപം പറയുകയും അത് കഴിയുമ്പോൾ തിരുത്തി പറയാം എന്ന് പറയുന്ന ഒരു ശരിയായ നിലപാടാണോ എന്ന് എനിക്ക് സംശയം. അങ്ങനെ പറയുന്ന ഡോക്ടർ ശശി തരൂർ ആ പാർട്ടിയിലില്ലേ ജിൻഡോ? അല്ല, ശശി തരൂർ ആര്യനും ഷൗക്കത്ത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ച ഒരാൾ പാർട്ടിയിലില്ലേന്ന് ഞാൻ ചോദിച്ചതാണ്. അല്ല, പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് എതിരായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടുള്ള ചില പ്രത്യേക താല്പര്യങ്ങൾ, ചില അഭിപ്രായങ്ങൾ പറയുന്നതിന് കോൺഗ്രസിൽ അങ്ങനെ തടസ്സവും ഇല്ല. കാരണം നമ്മൾ ഇന്നോവയുടെയും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിക്കുകയും വേട്ടയാടാൻ ചെയ്യുന്ന ആളുകളല്ലാത്തത് കൊണ്ട് അനന്തമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, വില കൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനവും കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം കൂടി ഗോപികൃഷ്ണ LDFന്റെ പ്രതിനിധിയോട് പറയാനുണ്ട്. അൻവർ കർണത്തടിച്ചത് UDFന്റെ അല്ല പ്രകാശ് മാസ്റ്ററെ. അൻവർ മാറി മാറി കർണത്തടിച്ചത് പിണറായി വിജയന്റെയും ഈ സർക്കാരിന്റെയുമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് 21 ദിവസക്കാലം കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ പ്രൈം ടൈമിൽ വന്ന് അൻവർ പത്രസമ്മേളനം വിളിക്കുകയും സമ്മേളനങ്ങൾ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ ചാനൽ ചർച്ചകൾ പോലും ഒഴിവാക്കി ചാനലുകൾ അൻവറിന്റെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് അപ്പോഴൊന്നും കാര്യം മനസ്സിലായില്ലേ ആരുടെ കർണത്തെ അടിക്കുന്നതെന്ന്? 21ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് നേരിട്ട് അൻവറിനെതിരെ സംസാരിച്ചപ്പോഴാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചാ പ്രതിനിധികൾ സംസാരിക്കാൻ മുരടനക്കാൻ തയ്യാറായത്. 21 ദിവസക്കാലം അൻവർ ഉയർത്തിയ ഒരു വിഷയത്തെയും അഡ്രസ് ചെയ്യാൻ CPMന്റെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധികൾ ആരും വന്നില്ല എന്നുള്ള ഒരു ചരിത്രം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കർണത്തടി ഏറ്റത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ചേരിപ്പോരിനെ കുറിച്ച് നിങ്ങൾ ആരെ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നത്? പാലക്കാട് സംഭവിച്ചു വല്ല നിലമ്പൂർ കിട്ടുമെന്നോ? VSOയുടെ നിലപാട് നിങ്ങൾ കണ്ടോ? VSOയുടെ നിലപാട് കണ്ടോ? ഇങ്ങനെ നിങ്ങൾ വല്ലപ്പോഴും ഭാഗ്യാന്വേഷികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ചാടിപ്പോരുന്നത് കാത്ത് വല വിരിച്ചിരിക്കാതെ സ്വന്തം പാർട്ടിയിൽ പണിയെടുക്കുന്ന DYFIക്കാരനെയോ SFIക്കാരനെയോ നിങ്ങൾ പറയുന്നത് കേട്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരാൾക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സീറ്റ് കൊടുക്കാൻ നോക്കും മാസ്റ്ററെ. അങ്ങനെയല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്. അങ്ങനെയല്ല നിങ്ങൾ ഈ ഇലക്ഷനെ രാഷ്ട്രീയമായിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. കോൺഗ്രസിൽ നിന്ന് വഴക്കുകൂടി വരുന്നവരെ നോക്കി അയലക്കത്തെ വീട്ടിലെ ജനാലയ്ക്ക് അപ്പുറത്ത് നോക്കി നിൽക്കുന്ന പണിയാണോ CPM കേരളത്തിൽ എടുക്കുന്നത്? 9 വർഷം കേരളം ഭരിച്ച സർക്കാരിന്റെ പാർട്ടിയുടെ പ്രതിനിധിക്ക് ആ സ്വന്തമായിട്ട് ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കെൽപ്പില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നല്ലേ? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ഒരു MLA ജയിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ടിനകത്തേക്ക് കൈപ്പത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വരും. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. അടി കിട്ടുന്നത് നിങ്ങൾക്കാ. അൻവറിന്റെ മാത്രമല്ല, നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളുടെയും കാരണത്തടി കിട്ടാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരെയാണ്. അത് നിങ്ങൾ കാത്തിരുന്ന് അനുഭവിക്കാൻ പോവാ. നിലമ്പൂരിലെ ഇലക്ഷൻ കേരളത്തിലെമ്പാടുമുള്ള ജനവികാരം കൃത്യമായിട്ട് രേഖപ്പെടുത്തി
രേഖപ്പെടുത്താൻ പോകുന്ന കാര്യമാണ്. അതുകൂടി കണ്ടിട്ട് വേണം നിങ്ങളുടെ ഈ നവകേരള സൃഷ്ടി 2026 മെയ് മാസം 25-ാം തീയതി പൂർത്തിയാക്കി കാരണഭൂതനും കൂടെയുള്ള ബാക്കി എല്ലാ കൊള്ളക്കാർക്കും പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് കാത്തിരുന്ന അനിവാര്യമായ വിധി തേടിയെടുക്കും. പ്രകാശ മാസ്റ്റർ മറുപടി. അല്ല, സ്വപ്നം കാണാൻ ആർക്കുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അവർ കണ്ടുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഇവിടെ CPM ചർച്ചയിൽ പങ്കെടുത്തില്ല. അദ്ദേഹം പറയാൻ തുടങ്ങിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ 4 തവണ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. കള്ളം പറയരുത്. ഞങ്ങളെതിരെ ഇപ്പോൾ അൻവർ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് കൃത്യമായ നിലക്കുള്ള നിലപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ CPM-ഉമായിട്ടോ LDF-ആയിട്ടോ ബന്ധമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒളിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ സാങ്കേതികമായിട്ട് ഇദ്ദേഹം UDF-ന്റെ ഭാഗമല്ല എന്നുള്ളത് രമേശ് ചെന്നിത്തലക്ക് അറിയില്ലേ? അവര് സുധാകരൻ അറിയില്ലേ? അവരാ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം UDF-ന്റെ ഭാഗമാണ്, ഞങ്ങളാരുമല്ല. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം UDF-ന്റെ ഭാഗമാണ്. UDF-ന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയാണെങ്കിൽ സ്ഥാനാർത്ഥി ഇയാളായിരിക്കില്ല. ഇപ്പോൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കില്ല. അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക് പോകാൻ നിന്നിരിക്കുന്ന ആളാണ്. ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് ജോയി സ്ഥാനാർത്ഥിയാവാത്തത്. ഒരു പ്രത്യേക വിഭാഗത്തെ കോൺഗ്രസ് അവഗണിക്കുകയാണ്. ഇതൊന്നും പറഞ്ഞ ഞങ്ങളല്ല, ഇതെല്ലാം പറഞ്ഞ UDF തന്നെയായിട്ടുള്ള അൻവറാണ്. അൻവർ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നിങ്ങളുടെ കൂടെയാണല്ലോ. അൻവറാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം നിയന്ത്രിച്ചത്. അൻവറിന് വേണ്ടിയാണല്ലോ ഇവിടെ UDF സംസാരിച്ചത്. അദ്ദേഹമാണ് പറയുന്നത് സ്ഥാനാർത്ഥി കൊള്ളില്ല, അത് ജയിക്കാൻ പോകുന്നില്ല, അത് ജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെല്ലാം പറഞ്ഞത് ഞങ്ങളല്ല, അദ്ദേഹമാണ്. ഡോക്ടർ ജിൻഡോ താങ്കളോടൊരു ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ സമയത്തിന് ഒരു ഭാഗം അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് കൊടുക്കാം. താങ്കൾ അനുവദിക്കുകയാണ്, കാരണം ഇത് താങ്കൾ. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചോട്ടെ. ശരി ശരി ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിച്ചോട്ടെ. ശരി പറഞ്ഞു ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. LDF-ന് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുന്നുവെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പിണറായി വിജയന്റെ 3ാമത്തെ ടേമിന്റെ തുടർച്ചയുടെ തുടക്കമായിരിക്കും ഇതിന്റെ ഫലം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. കേരള രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അറിയുന്നവരാണ് ഞങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പൊ സ്ഥാനാർത്ഥി ആരെയാണ് തീരുമാനിക്കേണ്ടത്? നിങ്ങളല്ലോ. ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ നിങ്ങളെയൊക്കെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് ഈ പറയുന്ന മറ്റു പാർട്ടിക്കാരാണോ? അതുകൊണ്ട് ആർക്ക് സ്ഥാനം കൊടുക്കണം, ആരെ മത്സരിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യമൊന്നുമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം തീരുമാനിക്കാനുള്ള കരുത്തൊക്കെ നിങ്ങളെക്കാൾ എത്രയോ ഏറെ CPM-നുണ്ട് എന്നുള്ളത് CPM-നെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ CPM-നെ അറിയാത്ത നിങ്ങളോട് ആടെന്തറിയുന്നു അങ്ങാടി വാണിഭം എന്ന് പറയുക മാത്രമല്ലേ മാർഗമുള്ളൂ. അവിടെ സ്ഥാനാർത്ഥിയൊക്കെ കൃത്യസമയത്ത് തീരുമാനിച്ച നിലക്ക് നല്ല ജനപിന്തുണയുള്ള ജനസമ്മതനായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയിരിക്കും. അതിലൊന്നും കോൺഗ്രസ്സുകാർ ബേജാറാവേണ്ട ഒരു കാര്യമില്ല. ഇനി ചോദ്യം ചോദിക്കാം. ജിൻഡോ പെട്ടെന്ന് ചോദ്യം. ജിൻഡോ സമയമായതുകൊണ്ടാണ്. ഗോപി, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഈ അൻവർ 6 മാസമായിട്ട് UDF-ന്റെ ഭാഗമാണെന്ന് താങ്കൾ വീണ്ടും പലവട്ടം പറഞ്ഞു. അൻവർ 9 വർഷമായിട്ട് പിണറായി വിജയനെ പിതൃസമാനൻ എന്ന് പറഞ്ഞ് പിന്തുണച്ച് നിന്ന ആളല്ലേ? ആ അൻവർ എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്? എന്തിന്റെ പേരിലാണ് പുറത്തേക്ക് വന്നത്? അതിന് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾ ആരെ വേണമെങ്കിലും നിർത്തിക്കോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അപ്പോൾ പുതുപ്പള്ളിയിൽ നിർത്തിയത് ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ലേ, ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയല്ലേ? തൃക്കാക്കര നിർത്തിയ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് നിർത്തുന്നതൊക്കെ ജനപിന്തുണയുള്ളതെന്ന് അവകാശപ്പെട്ടുകൊണ്ടല്ലേ? പക്ഷേ ഈ ബൈ ഇലക്ഷനിലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് തോൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അൻവർ UDF-ന്റെ ഭാഗമാവോ ഇല്ലേ എന്നുള്ളത് സാങ്കേതിക വിഷയമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്? അത് പറയാൻ ധൈര്യമുണ്ടോ മാഷെ? മറുപടി. അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുക കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്തോ നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. 4 ഉപതെരഞ്ഞെടുപ്പ്, അതിൽ 3 സീറ്റ് നിങ്ങളുടെ സീറ്റല്ലേ, അത് നിങ്ങൾ ജയിച്ചു. ഒരു സീറ്റ് ഞങ്ങൾ ജയിച്ചു. പിന്നെ നിങ്ങൾ എന്ത് മുന്നേറ്റം ഉണ്ടാക്കിയെന്നാ? ഇവിടെ UDF-ന് ഉണ്ടായിരുന്ന 3 സീറ്റ് അവർ നിലനിർത്തി, LDF-ന് സീറ്റ് ഞങ്ങൾ നിലനിർത്തി. പിന്നെ ഞങ്ങൾക്ക് എന്ത് പരാജയം എന്നാ? നിങ്ങൾക്ക് മനക്കോട്ട കാണാൻ ഭയങ്കര വിജയമാണ്. അതായത് കേരളത്തിൽ LDF ആകെ പരാജയപ്പെട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 99 സീറ്റ് നേടിയ മുന്നണിയാണ് LDF-ന്റെ ഇപ്പോഴത്തെ ഗവൺമെന്റ്. ഈ കേരളത്തിലെ ഏറ്റവും ഏറെ ജനപിന്തുണ നേടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇപ്പൊ നിൽക്കുന്നത്. അതൊന്നും മറക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കുറെ പത്രക്കാരും മാധ്യമങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് അങ്ങ് സ്വപ്നം കണ്ട് കളയണ്ട. ശരി ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നത്. എല്ലാ ഭാഷയൊന്നുമില്ല, ഞാനൊരു ഇടവേള എടുക്കുകയാണ്. ഭാഷ ഞാൻ തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീകുമാർ സാർ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായിസം അവസാനിപ്പിക്കാൻ ഇറങ്ങിയ അൻവറിന്റെ നില എന്താകും? താങ്കൾ എന്ത് കരുതുന്നു? നോക്കൂ, നിലമ്പൂരിൽ UDF ജയിച്ചില്ലെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയുണ്ടോ? നിലമ്പൂരിൽ UDF ജയിച്ചാലേ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അൻവർ ആ രാഷ്ട്രീയ ഭാവി സ്വയം നശിപ്പിക്കുമെന്ന് കരുതാൻ കഴിയില്ല.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ചെറിയ അവിവേകം കൊണ്ട്, അരിശം എന്നുള്ള അവിവേകം കൊണ്ട് ഒരു വടി CPM കൊടുത്തു. അതുകൊണ്ടാണ് പ്രകാശൻ മാഷക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷേ നിലമ്പൂരിൽ UDF ജയിച്ചാലേ അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഭാവി ഭാസുരമാവുകയുള്ളൂ, സംശയം വേണ്ട. പക്ഷേ ഇവിടെ BJPയുടെ പ്രതിബന്ധ രസകരമായൊരു കാര്യമുണ്ട്. അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണ് ഇവിടെ നിലമ്പൂരിൽ വന്നതെന്ന്. പാലക്കാട്ട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഷാഫി പറമ്പിൽ രാജിവെച്ചുകൊണ്ടല്ലേ പാലക്കാടും വന്നത്. പക്ഷെ അന്ന് മത്സരിച്ചല്ലോ BJP. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗോപികൃഷ്ണ, പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട അസംബ്ലി മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ BJPക്ക് 2000 3000 അല്ല 10000 വോട്ട് കിട്ടിയാൽ ദേശീയ തലത്തിൽ ചർച്ചയാകും. അപ്പോൾ ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് BJPയുടെ ശ്രമം. അതല്ല അതിൽ വേറെ അല്ലാണ്ട് അടിച്ചേൽപ്പിച്ചൊന്നും പറയണ്ട. ഇതിന് നിങ്ങൾ ഗോപികൃഷ്ണ ഒരു കാര്യം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് UDFൻ്റെ വിജയമാണ്. അതുകൊണ്ട് അൻവർ UDFൻ്റെ ഒപ്പം തന്നെ നിൽക്കാനുള്ള തരത്തിലുള്ള സംവിധാനത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം വഴിയൊരുക്കും, യാതൊരു സംശയവും വേണ്ട. അഡ്വക്കേറ്റ് TK അശോകുമാർ, അതായത് ഗോപികൃഷ്ണൻ ഈ UDFൻ്റെ പ്രതിനിധി പറയുന്നത് മനസ്സിലാവാത്ത കാര്യമാണ്. അവർ വിജയം ഉറപ്പിക്കുകയും അൻവറിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഉപതെരഞ്ഞെടുപ്പൊക്കെ. അവിടെയൊക്കെ രാജ്യത്തെ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ സിന്ദൂർ ഓപ്പറേഷന് ശേഷം രാജ്യവികാരത്തോടൊപ്പം നിന്നിട്ട് വലിയ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ്. അതേ സമയത്താണ് രാജ്യത്ത് സിന്ദൂർ ഓപ്പറേഷന് ശേഷം അഴകുഴമ്പൻ നിലപാടെടുക്കുകയും ശശി തരൂരിനെ പോലെയുള്ള നിലപാടെടുത്തവരെ തള്ളിപ്പറയുകയും ചെയ്തു. അപ്പോൾ തനി തങ്കമായിട്ടുള്ള ശശി തരൂരെ തള്ളിപ്പറഞ്ഞ് മുക്കുപണ്ടത്തിന് പിന്നാലെയുള്ള അൻവറിന് പിന്നാലെയാണ് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസിന് ഈ കാര്യത്തിൽ എന്തോ കുഴപ്പമുണ്ട്. കോൺഗ്രസിന് പരാജയം മണക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഒരു ഡെമോഗ്രഫി, മുനമ്പത്തിന് ശേഷം മലയോര കർഷകർ നാണമില്ലേ പറയാനായിട്ട്? കോൺഗ്രസിന്റെ മുനമ്പത്തിന് ശേഷം ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടില്ല. ശരി. ഏതായാലും സമയം കഴിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അതായത് നിലമ്പൂരിൽ പോരിന് വേണ്ടി കച്ചകെട്ടി മുന്നണികൾ ഇറങ്ങുമ്പോൾ ആർക്കൊപ്പം നിൽക്കണം എന്നതിലെ കൺഫ്യൂഷൻ തീർക്കാൻ PV അൻവറിന് കഴിയുമോ? UDFിലേക്ക് വരാൻ മാന്യമായ പെരുമാറ്റവും പക്വതയുള്ള പ്രതികരണങ്ങളും വേണമെന്ന് UDF ശഠിക്കുമ്പോൾ അൻവർ സ്വയം മാറാൻ തയ്യാറാകുമോ? ഇത്തരം ചോദ്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയാണ്. അതിനുള്ള മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.